പ്രൊഡക്ടിവിറ്റി. നമ്മളിനി നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഏതൊരു ഓർഗനൈസേഷനും എന്താ പറയുക, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് കുറേ പുതിയ ടൂൾസ് ആൻഡ് ടെക്നിക്സ് കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, അതിൽ നിന്നും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് കൂടുതലായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ എയിം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പുതിയ ടെക്നിക്സ് ആൻഡ് ടൂൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറേ പുതിയ തരത്തിലുള്ള ടൂൾസ് നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. അതായത് വാല്യൂ ആഡഡ് അനാലിസിസ്, അതേപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസ്, JIT, കേസ് അനാലിസിസ്, അങ്ങനെ പലതരത്തിലുള്ള പുതിയ ടൂൾസും അതിൻ്റെയൊക്കെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഓരോ ബിസിനസ്സും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതും പ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ടിൽ നിന്നും നമ്മൾ എത്ര ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു, ഔട്ട്പുട്ട് ഉണ്ടാക്കി, അതിൻ്റെ ഒരു മെഷർമെൻറ്റിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് വി പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് വി സ്പെൻഡ് ടു പ്രൊഡ്യൂസ്. നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്തു, അതിപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഫെസിലിറ്റീസിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ്, നിങ്ങൾക്ക് ബുക്ക് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളജ് കിട്ടുക, അല്ലെങ്കിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുക, ഇതൊക്കെ നമ്മൾ കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന. അതേപോലെ തന്നെ ബിസിനസ്സിൽ നമ്മൾ ഇറക്കിയിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്ടിൽ നിന്നും എത്ര ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സെറ്റ്. It is an attitude that seeks the continuous improvement of what exists. It is the conviction that one can do better today than yesterday and that tomorrow will be better than today. അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പോൾ എന്താ നമുക്ക് നേടിയിട്ടില്ല അതിനേക്കാളും നമ്മൾ ഒന്നുകൂടെ ബെറ്റർ ആവാനാണ് നോക്കുക. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഓരോ ദിവസവും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രൊഡക്ടിവിറ്റിയേക്കാളും നമ്മൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും ഇന്ന് നമ്മൾ എത്രയാണോ നേടിയിട്ടുള്ളത് അതിനേക്കാളും നമ്മൾ നാളേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓർ ഡൈനാമിസം ബിഹൈൻഡ് ഡെവലപ്പിംഗ് ആൻഡ് അപ്ഗ്രേഡിംഗ് ദി ക്വാളിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. സോ പ്രൊഡക്ടിവിറ്റിക്ക് കുറേ ഡെഫിനിഷൻസ് പല ആളുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കീ സോഴ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് കോമ്പറ്റിറ്റീവ്നെസ്. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ജനറേറ്റഡ് ആൻഡ് ഇൻപുട്ട് യൂസ്ഡ്. It is a critical determinant of cost efficiency, a method to determine the capacity utilization. സോ ഇവിടെ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻപുട്ട് ഓരോ ഫാക്ടേഴ്സ് എങ്ങനെ യൂസ് ചെയ്തു, അതിൽ നിന്നും എത്ര നമുക്ക് ക്രിയേറ്റീവായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിച്ചു, അതാണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. Productivity increases input. Higher productivity results in lower cost per unit of output, resulting in higher level of profit for the business. Higher profit for the firm will mean more fund available for its expansion, new business ventures and community support. It may also wish to pass on the benefits of lower cost to customers in the form of lower prices. So these are the importance of productivity. ഇനി നമുക്ക് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കറിയാം എത്ര ഔട്ട്പുട്ട്, അതായത് പ്രൊഡക്ഷൻ ഈസ് ദ മെഷർ ഓഫ് ഔട്ട്പുട്ട്. എത്രയാണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേത് മെഷർ ചെയ്യുന്നത് എന്താണ്? പ്രൊഡക്ടിവിറ്റി മെഷർ ഓഫ് എഫിഷ്യൻസി. എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് നോക്കുന്നത്. സോ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആക്ട് ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ് ഫോർ ദെയർ യൂസ് ഓർ സെയിൽ. ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര നമ്മൾക്ക് കിട്ടുന്ന ഇൻപുട്ടിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി.
ഇനി യൂസ്, ഇറ്റ് ഈസ് എൻ ആക്ച്വൽ പ്രോസസ് ഓഫ് കൺവേർഷൻ, അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ആക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then work done, it is the amount of work done or manufactured that is output. മറ്റേതിൽ it is the amount of work one gets for a certain spending cost. Then measurement, it is the measure of produced goods. മറ്റേത് it is the measure of efficiency. So these are the differences between production and productivity. മെഷർമെൻറ്റ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി, നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓവറോൾ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇറ്റ് റേസ് അവെയർനെസ് എമംഗ് ദി എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു അവെയർനെസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം പ്രൊഡക്ടിവിറ്റി ഒന്നും മെഷർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തും പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് അതാത് സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദെൻ ഡയഗ്നോസ്, ഇറ്റ് ആക്സസ് കമ്പനി കറൻറ്റ് പെർഫോമൻസ്, നമ്മളുടെ ഇപ്പോഴുള്ള കറൻറ്റ് പെർഫോമൻസും നമ്മളുടെ ഇനി വരാൻ പോകുന്ന ഗ്യാപ്പുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദെൻ ഡെവലപ്പ് റോഡ് മാപ്പ്, ദെൻ ഇംപ്ലിമെൻറ്റ് മെഷർമെൻറ്റ് സിസ്റ്റം, ഇംപ്ലിമെൻറ്റ് പെർഫോമൻസ് മെഷർമെൻറ്റ് സിസ്റ്റം. ഇതെല്ലാം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ദെൻ ടെക്നിക്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, രണ്ട് തരത്തിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റിയെ മെഷർ ചെയ്യാം. ഒന്ന് അഗ്രിഗേറ്റ് ബേസിസിൽ, അതായത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം. പിന്നെ ഇൻഡിവിജ്വൽ ബേസിസിൽ, അതായത് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ ഫാക്ടറിനും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മെഷർ ചെയ്യാം. സോ അഗ്രിഗേറ്റ് ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്? ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട്. ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൻഡ് ടോട്ടൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ലേബർ പ്ലസ് മെറ്റീരിയൽ പ്ലസ് ക്യാപിറ്റൽ പ്ലസ് എനർജി, എല്ലാ ഇൻപുട്ടുകളും. This index measures the productivity of the entire organization with use of all resources. It is the way of evaluating efficiency of the entire plant or firm. ഈ എക്സാമ്പിൾ നോക്കാം. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അത് വിറ്റത് ₹10, റുപ്പീസ് അല്ല ഡോളർ, 10 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ വിറ്റിട്ടുള്ളത്? 500 ആണ്. ദെൻ ലേബർ ഹവർ റേറ്റ് എന്ന് പറയുന്നത് ₹9 പെർ ഹവർ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 30,000 ആണ്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് 15,500 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുക? ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലേബർ പ്ലസ് മെറ്റീരിയൽ പ്ലസ് ഓവർ ഹെഡ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഔട്ട്പുട്ട് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സോ 10,000 × 10 ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് നോക്കുക. ഇൻപുട്ട് എത്രയാണ്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ നോക്കുക. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 30,000 ആണ്. ദെൻ ലേബർ എന്ന് പറയുന്നത് എത്രയാണ്? 500 ലേബർ ഹവേഴ്സ്. അവിടെ സ്പേസ് ഉണ്ട്, 500 ലേബർ ഹവേഴ്സ് ആണ്. ലേബർ റേറ്റ് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 500 × 9 ആണ് ലേബർ വരുന്നത്. ദെൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 15,500. സോ ടോട്ടൽ നമുക്ക് 4,500 പ്ലസ് 30,000 പ്ലസ് 15,500 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻപുട്ട് കിട്ടി. ദെൻ 10,000 × 10 1 lakh നമ്മളെ ഔട്ട്പുട്ടും. സോ നമുക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 2 ആണ്. സോ ആ 2 ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അത് കൂടുതലാണോ കുറവാണോ, അതിന് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ 2നേക്കാളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ലേബർ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, മെഷീൻ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ആദ്യത്തെ ലേബർ പ്രൊഡക്ടിവിറ്റി, അത് നമുക്ക് പറയുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലേബർ ഇൻപുട്ട്. എത്ര ലേബർ യൂസ് ചെയ്തുകൊണ്ട് എത്ര ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു, അതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ലേബേഴ്സ് ആർ യൂട്ടിലൈസ്ഡ്. അതിൽ നിന്നും നമുക്ക് എത്ര ലേബറേഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നു. ഇത് മറ്റതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ലേബർ യൂസ് ചെയ്തിട്ടുള്ള കുറവും അതേസമയം നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള വളരെ കൂടുതലും, മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി കൂടുതലും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി അത് നമുക്ക് കാണാൻ പറ്റില്ല. ഏതിന് നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫാക്ടേഴ്സിൻ്റെയും മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. So labor productivity can be higher or lower depending upon the factors like availability of workload, materials, working tools, availability of power, work efficiency,
level of motivation, level of training, level of working condition, etc. സോ ഈ ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഹവേഴ്സിന് അതിൻ്റെ ഇക്വേഷൻ കാണാം. ലേബർ പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട് പെർ മാൻ ഹവർ, ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാൻ ഹവേഴ്സ്. അല്ലെങ്കിൽ മാൻ ഹവർ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലേബർ ഹവേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. ദെൻ ആക്ച്വൽ ടൈം കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് ടൈം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ മാൻ ഹവേഴ്സ്. ഇതൊക്കെ നമ്മൾ ഓവർ ഹെഡിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ രീതിയിൽ നമ്മൾ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ അത് പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്രയാണ് സ്റ്റാൻഡേർഡ് ടൈം വേണ്ടത്, ഡിവൈഡഡ് ബൈ ആക്ച്വൽ മാൻ ഹവേഴ്സ്, എത്ര വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് കൂടുതലായിട്ടുണ്ടോ അല്ലെങ്കിൽ ലേബറേഴ്സ് വർക്ക് ചെയ്ത് കുറവായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ലോസ്റ്റ് ടൈം പെർസെൻറ്റേജ്, മാൻ ഹവർ ലോസ്റ്റ് ഡിവൈഡഡ് ബൈ പോസിബിൾ മാൻ ഹവേഴ്സ് ഇൻറ്റു 100. ദെൻ ഇൻ ടേംസ് ഓഫ് മണി പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് വാല്യൂ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ലേബറേഴ്സിനെ നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി. When material cost constitute a major segment in the total cost of production, it is very important to measure material productivity. മെറ്റീരിയൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നേ വേണം. ചില സമയത്ത് മെറ്റീരിയൽസിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് അധികം ഉണ്ടാവില്ല, അതേസമയം ലാബിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്ത് വളരെ കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ വർക്കിനായിരിക്കും കൂടുതൽ പണി ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലേബർ പ്രൊഡക്ടിവിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേസമയം ചില ഐറ്റത്തിന് മെറ്റീരിയൽസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി കാണണം. മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, അല്ലെങ്കിൽ വേസ്റ്റ് ഓർ സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻറ്റു 100. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ദെൻ മെഷീൻ പ്രൊഡക്ടിവിറ്റി. Production system converts raw material into finished product through mechanical or chemical process with the help of machines and equipments. Machine productivity കാണാം, total output divided by machine input. അല്ലെങ്കിൽ output in standard hours divided by actual machine hours. Machine productivity depends upon availability of raw material, power, skill of workers, machine layout, etc. Capital productivity. For any production setup, facilities of machines, tools, land, etc. are required, which are assets of the organization. Capital is needed for such assets. So capital productivity, എത്ര ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി, ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഇൻപുട്ട്. Then capital productivity is equal to total output divided by capital employed. Capital productivity depends on how effectively assets are utilized. Our capital are utilized. So next, what are the factors that affect the productivity? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ അവരുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രോപ്പർ ടെക്നോളജി. നമുക്ക് ടെക്നോളജി ഇല്ലാതെ നമ്മൾ എന്തൊക്കെ കുറേ തിയറീസ് പറഞ്ഞിട്ടും അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം. ആ ടെക്നോളജി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ദെൻ മെത്തേഡ്സ്. നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, പല കാര്യങ്ങൾ ചെയ്യാനും പല രീതികളുണ്ടായിരിക്കും. അപ്പോൾ ഏതിനാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക എന്നുള്ളതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ദെൻ മാനേജ്മെൻറ്റ്. നമുക്കറിയാം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതൊന്നും ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നമുക്ക് ഒരു സ്ഥാപനങ്ങളും നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുള്ളൂ. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റുക? അത് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെയാണ്, എംപ്ലോയീസിലൂടെ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടും, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, എംപ്ലോയി പ്രൊമോഷൻ, ജോബ് റൊട്ടേഷൻ, എഡ്യൂക്കേഷൻ, സീറോ ഡിഫെക്ട്സ്, ക്വാളിറ്റി സർക്കിൾ, കമ്മ്യൂണിക്കേഷൻ, വർക്കിംഗ് എൻവയോൺമെൻറ്റ്, പണിഷ്മെൻറ്റ്, സീറോ ഡിഫെക്റ്റ്. നമ്മൾ HRM പഠിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ. എംപ്ലോയീസിനെ എങ്ങനെയൊക്കെ
മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അതിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാം. ഇനി മെറ്റീരിയൽ ബേസ്ഡ് പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക? നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിലൂടെ, അല്ലെങ്കിൽ ഇൻവെൻറ്ററി കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്രോസസ്സ്, ദെൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ദെൻ ടാസ്ക് ബേസ്ഡ് മെത്തേഡ് എഞ്ചിനീയറിംഗ്, ജോബ് ഇവല്യൂഷൻ, ഹ്യൂമൻ ഫാക്ടറി എഞ്ചിനീയറിംഗ്, ജോബ് ഡിസൈൻ, വർക്ക് മെഷർമെൻറ്റ് എക്സെട്ര. ദെൻ പ്രോഡക്റ്റ് ബേസ്ഡ് ടെക്നിക്ക് ആണെങ്കിൽ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രോഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ, പ്രോഡക്റ്റ് വാല്യൂ അനാലിസിസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സെട്ര. ദെൻ ടെക്നോളജി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, CAD, CAM, ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ്, റോബോട്ടിക്സ്, ഗ്രൂപ്പ് ടെക്നോളജി എക്സെട്ര. ദെൻ റോൾ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽ അറ്റ് ലോ കോസ്റ്റ്, to maintain consistent quality, to ensure continuous supply of raw material, to minimize the carrying cost and ordering cost, to maintain a good relationship with the supplier, effective record keeping and proper reporting, to develop new sources and new materials, training and development of personnel.